നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 540th day. Today 11th sloka of Pradhamaskandam, 2nd chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 540ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം തത്സത്. വദന്തി തത്വത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വദന്തി തത്വത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഓം തത്സത്. ശബ്ദതയാണ്. ഓം തത്സത്. തത്വത്തെ അറിയുന്നവർ ആ തത്വം ഒറ്റ രണ്ടെന്നുള്ള ഇതില്ല, ഒറ്റയൊന്നാണ്, അദ്വയമാണ്, ദ്വയമില്ലാത്തതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. അറിവാണ് ആ തത്വം. അത് ആ ഏതൊരു അറിവാണ് ആ പരമതത്വം ഒന്നാണെന്ന് പറയുന്നത്. അതിനെ തന്നെ പലരും പല വിധത്തിൽ പറഞ്ഞേക്കാം, എന്നാലും അത് ഒന്നാണ്. അതിനെ തന്നെ ചിലർ ബ്രഹ്മം എന്ന് പറയുന്നു, ബ്രഹ്മേതി പരമാത്മേതി. ചിലർ പരമാത്മാവ് എന്ന് പറയുന്നു, ചിലർ ഭഗവാൻ എന്ന് പറയുന്നു. ഏത് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആ തത്വം ഒന്ന് മാത്രമേ ഉള്ളൂ. പേരിന് മാത്രമാണ് വ്യത്യാസം. ഓരോരുത്തരും ഉപയോഗിക്കുന്ന പേരും അത് വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളും മാത്രമാണ് വ്യത്യാസം. അല്ലാതെ ആ യഥാർത്ഥ തത്വത്തിന് ഒരു മാറ്റവും ആർക്കും വരുത്തുവാൻ പറ്റുകയുമില്ല, വരികയുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ശബ്ദം കൊണ്ട് മാറ്റി മാറ്റി പറയുന്നു എന്നല്ലാതെ ശബ്ദത്താലോ വാക്കുകളാൽ ഒട്ടും വിസ്തരിക്കാൻ സാധിക്കാത്ത ആ ഇതൊന്നുമല്ലാത്ത ഒന്നായിട്ടുള്ള ആ പരമാർത്ഥ തത്വം അത് ഒന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വാദങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ വാദങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത് ജ്ഞാനികൾക്ക് അനുഭവത്തിലൂടെ ലഭിച്ച ആ സത്യത്തെ സാധാരണക്കാർക്ക് ലഭിക്കുവാൻ വേണ്ടി അവർ പല വാക്കുകളും ഉപയോഗിച്ച്, ഓരോ ജ്ഞാനികളും ഓരോ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെ പറഞ്ഞാലും അത് ആ തത്വം ഒന്നു മാത്രമേ ഉള്ളൂ, അദ്വൈതമായിട്ടുള്ള ആ പരമാർത്ഥ തത്വം ഒന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വിശദമാക്കി തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വദന്തി തത്വത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം, യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഓം തത്സത്. അർത്ഥം വളരെ വ്യത്യാസമാണ്. അദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടെന്നില്ലാത്തതായ തത്വം എന്ന് പറഞ്ഞാൽ ആ തത്ത് എന്ന് പറഞ്ഞാൽ ആ തത്വം, തത്വത്തെ. തത്വവിദ എന്ന് പറഞ്ഞാൽ തത്വത്തെ അറിയുന്നവർ, വിദ എന്ന് പറഞ്ഞാൽ അറിയുന്നവർ. ബ്രഹ്മം ഇതി ബ്രഹ്മമാണെന്നും പരമാത്മാ ഇതി പരമാത്മാവാണെന്നും ഭഗവാനിതി ഭഗവാനാണെന്നും ഇതി എന്ന് പറഞ്ഞാൽ ആണെന്നും ശബ്ദതേ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. വദന്തി തത്വത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം
യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സമ്പത്തും ഉണ്ടാകട്ടെ. ഓം തത്സത്. ഓം